ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു നല്ല ഗവർണറായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നല്ല ഗവർണറായിരുന്നു എന്നുള്ളതാണ്. ഒരു ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും റബ്ബർ സ്റ്റാമ്പ് അല്ല എന്നുള്ളത് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്ത് വികലമായ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞാൽ അത് അപ്പാടെ വിഴുങ്ങാൻ ഉള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചില്ല. പിന്നെ അതിപ്പോൾ സർവകലാശാലയുടെ കാര്യങ്ങളിൽ, യൂണിവേഴ്സിറ്റികളുടെ കാര്യങ്ങളായാലും അതേപോലെ ചില നിയമങ്ങളുടെ കാര്യങ്ങളായാലും ഒക്കെ അദ്ദേഹം അതിനകത്ത് പല കടുംപിടുത്തങ്ങളും പിടിച്ചു. ഒരു ഗവർണർക്ക് അതൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം ചില കാര്യങ്ങൾ അത് ഭരണഘടനാ വിരുദ്ധമായിരുന്നോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ജുഡീഷ്യൽ റിവ്യൂ ആണ്, അത് വേണം. അതല്ലാതെ അദ്ദേഹത്തിനെ കരിങ്കൊടി കാണിക്കുക, അദ്ദേഹത്തിനെ തടയാൻ ശ്രമിക്കുക, അതായത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന വിഭാഗത്തെയും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിഭാഗത്തെയൊക്കെ തെരുവിലിറക്കിയിട്ട് അദ്ദേഹത്തിനെ തടയാൻ ശ്രമിക്കുക, ആക്രമിക്കാൻ ശ്രമിക്കുക, ഈ രീതിയിലൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടുപോയത് വളരെ തെറ്റാണ് ഗവൺമെൻറ് ചെയ്തത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി അതൊന്നും അല്ലാതെ ഇപ്പോൾ അദ്ദേഹം എന്തോ ആവട്ടെ, ഇത്രയും വർഷം, ഏതാണ്ട് 6 വർഷത്തോളം ഇവിടെ ഗവർണറായിട്ടിരുന്ന ആളാണ്. അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്. ഞങ്ങൾ വേദികൾ പങ്കിട്ടിട്ടുണ്ട് ഒരുപാട്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. വളരെ അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു മീറ്റിങ്ങിന്, എനിക്ക് തോന്നുന്നത് PT തോമസിൻ്റെ അനുസ്മരണത്തിന് ആയിട്ടുള്ള രാജഗിരി വെച്ചുള്ള ഒരു വലിയൊരു പ്രോഗ്രാമാണ് അതിലെ. ആ പ്രോഗ്രാമിൽ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനോട് ഇംഗ്ലീഷ് പറഞ്ഞു, എനിക്ക് ഐ എം വെരി സോറി, കാരണം എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നോ 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 ഡോണ്ട് വറി, യു ക്യാൻ സ്പീക്ക് ഇൻ മലയാളം, ഐ അണ്ടർസ്റ്റാൻഡ് മലയാളം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം. അദ്ദേഹത്തിന് മലയാളം മനസ്സിലാവും, പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കേട്ടാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. ശരിയുമാണ്. ആ പ്രസംഗത്തിന് നല്ല കയ്യടിയൊക്കെ അദ്ദേഹം തരികയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റം. അദ്ദേഹം നിർബന്ധമായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ എൻ്റെ വിസിറ്റിംഗ് കാർഡ്, അദ്ദേഹത്തിൻ്റെ PSOയുടെ കാർഡാണ്, അദ്ദേഹത്തോടുള്ള സെക്യൂരിറ്റിയുടെ ആ കാർഡ് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഞാനും വൈഫും കൂടെ നിർബന്ധമായിട്ട് ഒരു ദിവസം ട്രിവാൻഡ്രത്തിൽ ലഞ്ച് കഴിക്കാൻ ചെല്ലണം എന്ന് എന്നെ വിളിച്ചു. ഞാൻ പോയില്ല. കാരണം ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഗവർണറാണ് അദ്ദേഹം, എന്തോ ആവട്ടെ, നമ്മൾ ആ പോസ്റ്റിൻ്റെ, അതായത് അദ്ദേഹം ഇരിക്കുന്ന ആ സ്ഥാനത്തിൻ്റെ മഹിമയുണ്ടല്ലോ, നമ്മൾ അതിന് കൊടുക്കണം. അത് ആ സ്ഥാനത്തിൻ്റെ മഹിമ എപ്പോഴായാലും കൊടുക്കണം. ഇപ്പോൾ എനിക്ക് വളരെ ദുഃഖകരമായിട്ട് തോന്നിയ ഒരു സംഭവം ഉണ്ടല്ലോ, അദ്ദേഹം ഇവിടെ യാത്രയൊക്കെ പറഞ്ഞു, ഞാൻ കേരളത്തോണ്ട്, കേരളം എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. വളരെ നല്ല രീതിയിൽ ഒരാൾ പോവുകയാണ് ഇവിടുന്ന് യാത്ര. ആ പോകുമ്പോൾ നിർബന്ധമായിട്ടും ഈ വൈരമൊക്കെ മറന്നിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അദ്ദേഹത്തിനെ കാണാൻ പോകണമായിരുന്നു. എന്താ കാര്യം എന്നറിയോ? അപ്പോഴാണ് ഇവർക്ക് മഹത്വം ഉണ്ടാകുന്നത്. അതവർ ചിന്തിക്കണം. ഇവരിപ്പം വെറും താഴോട്ട് പോയതല്ലേ ഇവരുടെ ഗ്രാഫ്. മുഖ്യമന്ത്രി അവിടെ ചെന്ന് അദ്ദേഹത്തിനെ യാത്ര അയച്ച് എന്നെങ്കിൽ അത് വലിയൊരു കാഴ്ചപ്പാടായിട്ട് എല്ലാവരും എടുത്തേനെ. മുഖ്യമന്ത്രിയുടെ സ്ഥാനം ആളുകളുടെ മനസ്സിൽ ഒന്നുകൂടെ ഉയർന്നേനെ. അതാ വേണ്ടത്. അതിന് പകരം ഇവർ താഴോട്ട് പോയി. ഇവരുടെ ഗ്രാഫ് ഇവർ താഴ്ന്നു അധപ്പതിച്ചു പോയി. വളരെ വൃത്തികേടല്ലേ കാണിച്ച ഒരു മനുഷ്യൻ്റെ അടുത്ത്. ഇവിടെ ഗവർണറാണ്, അദ്ദേഹം പോവാണ്, ഒരു മര്യാദയുണ്ട്. അദ്ദേഹത്തിൻ്റെ ടേം കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം വെറുതെ പോവല്ല, അദ്ദേഹം വേറെ വലിയൊരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടാണ് പോകുന്നത്. വീണ്ടും മനസ്സിലാക്കണം, അത്രയും സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പോകുമ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുക, എന്നിട്ട് SFIക്കാർ കളിയാക്കി അദ്ദേഹത്തിന് ടാറ്റ പറയുക, ഇതൊക്കെയാണോ വേണ്ടത്? മുഖ്യമന്ത്രി ചിന്തിക്കണം. നിങ്ങളൊക്കെ ആരായിപ്പോയേനെ നിങ്ങൾ അദ്ദേഹത്തിന് പോയി കണ്ടിരുന്നെങ്കിൽ ഗവർണർ ചെറുതായിപ്പോയനെ, നിങ്ങൾ വലുതായനെ. അതാദ്യം നിങ്ങൾ ചിന്തിക്കണം. ഇതുപോലുള്ള വൈരാഗ്യവും ഈ ബുദ്ധിയൊന്നും അല്ല വേണ്ടത്. ഈ വൈരനിര്യാതന ബുദ്ധിയുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ കൂടപ്പുറപ്പാണ്. അതൊക്കെ നിങ്ങൾ കളയണം. അക്രമ രാഷ്ട്രീയവും ആക്ഷേപിക്കുന്ന രാഷ്ട്രീയവും അല്ല നമുക്ക് ആവശ്യം. അതാദ്യം നിങ്ങൾ മാറ്റിവെക്കും.